കൂടെ ആയതുകൊണ്ട് അത്തരമൊരു കാര്യം അത് നല്ലൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കി അതിനും കൂടെ ഈ വേദി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം സഹോദരങ്ങളെ, 1926 ജൂൺ മാസം 26-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം, ആ സംഘടന രൂപീകരിക്കാനുണ്ടായിരുന്ന പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാർ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മളിവിടെ അത്തരമൊരു വേദിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഇസ്ലാമിന്റെ സന്ദേശം ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിന്റെ ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, ലോക ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാർക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് പണ്ഡിതന്മാരാണ്. നമുക്കറിയാം, ഒരുപാട് പണ്ഡിതന്മാർ ആ കാര്യങ്ങൾക്ക് വിവിധ കാലങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ നേതൃത്വം നൽകിയതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ ആ പ്രവാചകന്മാരിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ച് അവരെ പിൻപറ്റിക്കൊണ്ട് ആ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ സംഗമത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചതാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. 90 ലക്ഷത്തോളം വരുന്ന ഒരു സമൂഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് മഹാനാണ് ബഹുമാനപ്പെട്ട അജ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി നവ്വറല്ലാഹു മറാഖിദഹു വംഫനാ ബിഉലൂമിഹി ആമീൻ മഹാനവറുകൾ. അത്തരമൊരു അങ്ങനത്തെ ഒരു നല്ല പ്രവർത്തനങ്ങളെ നമ്മുടെ നാടുകളിൽ മുൻകാലങ്ങളിലൊക്കെ മഹാന്മാർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അത്തരമൊരു അങ്ങനത്തെ ഒരു രീതിയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അങ്ങനത്തെ നല്ല നല്ല മഹാന്മാർ ഈ ഇസ്ലാമിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ വെച്ച് ആദ്യമായി ഇസ്ലാമിന്റെ ശബ്ദമുയങ്ങിയത് കേരളത്തിലാകുന്നു. വളരെ അഭിമാനത്തോടുകൂടെ നാം മനസ്സിലാക്കണം, നാമൊക്കെയും ജീവിക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്ത് വെച്ച് ആദ്യമായി ഇസ്ലാമിന്റെ ആശയം സ്വീകരിച്ചത്. അന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അന്ന് കടന്നുവന്ന ആളുകൾക്ക് ഇളനീർ നൽകിക്കൊണ്ട് അവരെ ആദരിച്ചു. മാപ്പിള കവികളിൽ കാണാൻ സാധിക്കുന്നു, അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവിടെ ഐക്യമില്ലായിരുന്നു. കറുത്തവനെന്നോ വെളുത്തവനെന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് സ്വീകരിച്ചിരുന്ന ഒരു നയം. ആ നയം കണ്ടുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം സഹോദരങ്ങളെ, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കയ്യിൽ ഒരു പേരിന് പോലും ഒരു വടിയോ ഒരു വാളോ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ചരിത്രകാരൻ അവരുടെ രേഖയിൽ അത്തരമൊരു കാര്യം ഇന്നേ വരെ എഴുതി വെച്ചിട്ട് പോലുമില്ല. നമുക്കറിയാം, കേരളത്തിന്റെ അതിപുരാതനമായ ചരിത്രങ്ങൾ വരെ ഇന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിന്റെ ചരിത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആരും തന്നെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ ആശയവുമായി കടന്നു വന്ന മാലിക് ഇബ്നു ദീനാറിന്റെ കയ്യിൽ ഒരു വടി പോലുമില്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്നത് 13 കല്ലുകളായിരുന്നു. 13 കല്ലുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ കല്ലുകൾ അത്രയും കഅബ പുതുക്കി പണിത സമയത്ത് അതിൽ നിന്ന് മാറ്റിവെച്ച കല്ലുകളായിരുന്നു. ആ 13 കല്ലുകളാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നത്. ആ കല്ലുകൾ മുഴുവനും അവർ ആദ്യമായി ഇവിടെ സ്ഥാപിച്ച പള്ളികളിലെ തറക്കല്ലിന് ഉപയോഗപ്പെടുത്തി എന്നതാണ് ചരിത്ര പഠനം. അങ്ങനെ ആ പണ്ഡിതന്മാർ
കേരളത്തിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നമ്മളോട് പറയുന്നതാണ്, കേരളത്തിൽ ഇസ്ലാമിന്റെ ചലനം മാലിക് ബിൻ ദീനാറാണ് തുടങ്ങി വെച്ചത് എന്ന്. അവർക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് പൊന്നാനി മഖ്ദൂമി കുടുംബമായിരുന്നു. മഖ്ദൂമി കുടുംബത്തിൽ നിന്ന് ആ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം അത് കേരളത്തിന്റെ പരിചയപ്പെടുത്തി കൊടുത്ത ഏക സംഘടന, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ അതേ ദീന്, മഖ്ദൂമിൽ നിന്ന് കിട്ടിയ അതേ ദീന് അത് കേരളത്തിന്റെ പരിചയപ്പെടുത്തി കൊടുത്ത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാകുന്നു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത രൂപീകരണത്തിന്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് മഹാനവർകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഉലമാക്കൾ ഒന്നിച്ചു നിന്ന് സമൂഹത്തിന് നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ ഒരു വേദി വേണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ മാസം 26-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകൃതമാകുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1932-ൽ തന്റെ 92ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ 6 വർഷത്തോളം അതിന്റെ ആദ്യ അധ്യക്ഷ സ്ഥാനത്ത് നിന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ 6 വർഷത്തെ നേതൃത്വം ഈ സമസ്തയ്ക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായി മാറി. ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾക്ക് സന്താനമില്ലായിരുന്നു. മുല്ലക്കോയ തങ്ങൾ കേരള സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് മാത്രമാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അസ്ഥിവാരം വിട്ട സംഘടന എന്ന്. യഥാർത്ഥത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകൾ മഗ്രിബ് മുതൽ ഇശാ വരെ വാതിൽ തുറക്കാത്ത മനുഷ്യനായിരുന്നു. ബഹുമാനപ്പെട്ടവർ അവരുടെ മശായിഖന്മാർ ഏൽപ്പിച്ച ദിക്റിലും ഔറാദിലുമായി കൊണ്ട് അദ്ദേഹത്തിന്റെ സമയം നീക്കുമായിരുന്നു. ഒരു ദിവസം വാതിൽ തുറന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ചോദിച്ചു അത്രേ, പാങ്ങുകാരൻ എവിടെയുണ്ട്? ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് നമുക്കൊരു സംഘടന വേണം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്ന് വരെ ഉണ്ടായിരുന്ന മഖ്ദൂമി കുടുംബത്തിൽ നിന്ന് കേരള മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്ന ആ ദീനിനെ പിച്ചിച്ചീന്തിക്കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു വികല ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന കപട മുജാഹിദുകൾക്കെതിരെയായിരുന്നു ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങൾ നീക്കിവെച്ചിരുന്നത്. നമുക്കറിയാൻ സാധിക്കും, ചരിത്രത്തിൽ ആദ്യകാല സമ്മേളനങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരമൊരു കാര്യങ്ങളിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. പിന്നീട് 90 വർഷത്തോളം, ഞാൻ അവസാനിപ്പിക്കുകയാ, 90 വർഷത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരള മുസ്ലിം സമൂഹത്തിന്റെ നിറസാന്നിധ്യമായി മാറി. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, സമസ്തയുടെ ശബ്ദം കേരളത്തിൽ മാത്രമല്ല വിവിധ സ്റ്റേറ്റുകളിലേക്ക് പോയി ഇന്ത്യ മഹാരാജ്യവും കടന്ന് വളരെ ദിക്കുകളിലേക്ക് തന്നെ ഇസ്ലാമിക രാജ്യമുള്ള സൗദി അറേബ്യയിലും അബൂദാബിയിലുമൊക്കെ ഇന്ന് ഇസ്ലാമിന്റെ ചലനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെയും ഈ സുന്ദരമായ ആശയത്തിന്റെ പേര് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ പോലും ആ മഹത്തായ രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ ആയിട്ട് പോലും അവിടെ ഇല്ലാത്ത എത്ര സൗഭാഗ്യങ്ങൾ കേരള മുസ്ലിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്നത് കേരള മുസ്ലിങ്ങളല്ല, വിവിധ രാജ്യങ്ങളിലുള്ള അറബികൾ കേരളത്തിൽ വന്ന് പറയുകയാണ്. സമസ്തയുടെ സമ്മേളനങ്ങൾ കണ്ട് കടപ്പുറത്ത് വെച്ച സമ്മേളനം കണ്ടുകൊണ്ട് അവർ പറഞ്ഞു, എന്നവർ പറഞ്ഞു, ഇത് 2 മഹാസമുദ്രമാണ്. ഒന്ന് കടൽ വെള്ളത്തിന്റെ സമുദ്രം, മറ്റൊന്ന് ജനങ്ങളുടെ സമുദ്രമെന്ന് അവർ വിശേഷിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ സംഘടനയ്ക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, പുണ്യപ്രവാചകനെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ നോക്കൂ, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കും ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തുടക്കത്തിൽ മുജാഹിദുകളെ നേരിടേണ്ടി വന്നതുപോലെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പല സംഘടനകളും സംഘടന രൂപീകരിച്ചുകൊണ്ട് തന്നെ സമസ്തയെ എതിർക്കാൻ
വന്നു. പക്ഷേ ഈ നമുക്കൊന്ന് പറയാനുള്ളൂ, ഈ സമസ്ത കസ്തിവാരം വീട്ട മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1926 ജൂൺ മാസം 26-ാം തീയതി സമസ്ത രൂപീകരണ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഈ സംഘടനയുടെ പതാക ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഈ ആര് തന്നെ വന്നാലും ശരി, ആര് തന്നെ മുടിയുമായോ പൊടിയുമായോ തലമായി തന്നെ വന്നാലും ശരി, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാക ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷന്മാർ മാറി മാറി വന്ന് ഇന്ന് ബഹുമാനപ്പെട്ട 9ാമത്തെ പ്രസിഡന്റായി ആനക്കര ശൈഖുന ആനക്കര ശൈഖ് കോയക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകുന്നു. 4ാമത്തെ ജനറൽ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ സംഘടന, ആ സംഘടനയുടെ പതാക ഏറ്റുവാങ്ങേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ആയിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പോറലുമേൽക്കാൻ സാധ്യമല്ല. ഈ രീതിയിലൊക്കെ പലരും നേരിട്ടു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇന്ന് വിഘടിത ഭാഗത്ത് നിൽക്കുന്നവർ പോലും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെ കുറിച്ച്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചുമൊക്കെ ദറജ ഉയർത്താൻ വേണ്ടി അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും നഗരികൾ വരെ പൊന്തിവരുന്നു. അൽ-ഇർഫാദ് മാസികയിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അന്ത്യവിശ്രമം കൊള്ളുന്ന സമയത്ത് ഇവർ അൽ-ഇർഫാദ് മാസികയിൽ എഴുതിവെച്ചത് ശത്രുക്കളെ നടുക്കിയ സിംഹഗർജനം എന്നായിരുന്നു. നമ്മൾ ഇന്ന് ഉച്ചസ്ഥിരം പറയുന്നു, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഇന്ന് ഏത് പ്രസ്ഥാനത്തിനാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുമ്പോഴാണ് കാന്തപുരം അപ്പുറത്തൂർ ജനറൽ സെക്രട്ടറി ഒരു സമസ്ത രൂപീകരിച്ചത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആ മഹാപണ്ഡിതൻ, ആ പണ്ഡിതൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഉള്ളാൾ തങ്ങൾ ഒരു സമസ്തയുടെ പ്രസിഡന്റായി മാറുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ഇവർക്ക് എന്താണ് PhD എന്ന് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇന്ന് അപവാദങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമസ്തയ്ക്ക് നാളിതുവരെ നേതൃത്വം നൽകിയ ഏതെങ്കിലും ഒരു മഹാപണ്ഡിതൻ അപവാദ പ്രചരണത്തിന് പോലും ഒരു ക്രൈം മാസികയിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൈം മാസികയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മൗലാനമാരെ ഫോട്ടോ കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഈ രീതിയിൽ കാണിച്ചു തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഘടിത നയം സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം കേരള മുസ്ലിങ്ങളുടെ ആശയവും ആദർശവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജനസമൂഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മദ്രസകൾക്കും പള്ളികൾക്കും നടുവിൽ, മദ്രസകൾക്ക് നടുവിൽ ചുമരും, പള്ളികൾക്ക് ഭാഗികമായി കമ്മിറ്റികൾ വരെ വരുന്ന കാലഘട്ടം. എന്ത് പിയച്ചു മക്കളെ, ഒരേ കുടുംബത്തിൽ ഒരേ പിതാവും ഒരു മകനും, ഒരു ഉമ്മക്ക് പിറന്ന 2 മക്കൾ 2 ഗ്രൂപ്പിലായി 2 പെരുന്നാൾ. ഒരാൾക്ക് പെരുന്നാളാണെങ്കിൽ മറ്റുള്ളവർക്ക് നോമ്പാണ്. ഈ അവസ്ഥ കേരള മുസ്ലിങ്ങൾക്കിടയിൽ കൊണ്ടുവന്നത് ആരാകുന്നു? സഹോദരന്മാരെ, നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ആദർശം നമുക്ക് നേതൃത്വം നൽകി തരുന്ന പാണക്കാട്ട് തങ്ങന്മാർ, ഈ തങ്ങന്മാരെയൊക്കെ ഈ റോഡിലിട്ട് വളരെ മോശമായ രീതിയിലാണ് ഈ കൂട്ടർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അവകാശപ്പെടാനുള്ള നേതൃത്വം എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം.
ബഹുമാനപ്പെട്ട സംസുലമയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, പാണക്കാട് സയ്യിദ് ഫുക്കോവ് തങ്ങൾ, പാണക്കാട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഈ മഹാന്മാരൊക്കെയും ജീവിച്ചതും മരണപ്പെട്ടവരുമായ മഹാന്മാരൊക്കെയും ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനം, എങ്കിൽ ഇവർക്ക് അവകാശപ്പെടാനുള്ള നേതൃത്വം എന്താകുന്നു? ഇങ്ങനെ സമൂഹമധ്യേ പല രീതിയിൽ മോശമാക്കപ്പെട്ടവരാണ് ഇവരുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദർശം, നാം നിലനിൽക്കുന്ന ഈ ദീനീ മേഖല വളരെ ഭദ്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടുകൂടെ നമ്മൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ സന്ദേശം നമ്മൾ മാത്രം കേൾക്കലല്ല ബുദ്ധി, നമ്മുടെ സഹോദരിമാർക്കും ഉമ്മമാർക്കും മക്കൾക്കുമൊക്കെ ഈ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ ഈ നാട്ടിൽ ഒരു ഐക്യമുണ്ടാകണം. ആ ഐക്യത്തിന്റെ കീഴിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. നമ്മുടെ ഈ പ്രവർത്തന മേഖല, നമ്മുടെ നേതാക്കന്മാരൊക്കെ വളരെ നല്ല ആളുകളാണ് എന്ന് നമുക്കൊക്കെയും അറിയാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ ദൗത്യം ഈ മഹാസംഗമത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കെ ബീരാൻ ഹാജി അവറുകളാണ്. നമ്മുടെ ഈ സ്ഥാപനത്തോട് വളരെയധികം ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്ക് മാസത്തിൽ ദിക്റിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണന്തളി അവറുകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ LCD സഹിതം ആദർശ വിശദീകരണം നടത്തിക്കൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുംപടി അവറുകളാണ്. അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മഹാനവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള സുന്നി യുവജന സംഘത്തിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയായ കൂനാരി ബാബ അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ കൺവീനർ കൂടിയായ അഷ്റഫ് ചന്ദ്രയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ മഹല്ല സെക്രട്ടറി കൂടിയായിട്ടുള്ള ബാവഹാജിയെയും അതുപോലെ നമ്മുടെ മദ്രസ സദർ ഉസ്താദ് കൂടിയായിട്ടുള്ള മൂസ മുസ്ലിയാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ മദ്രസയുടെ ആദ്യത്തെ സദർ ഉസ്താദ് കൂടിയായിട്ടുള്ള പുതുവത്ത് കുഞ്ഞലവി മുസ്ലിയാർ ഉസ്താദ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മഹാനവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടി ലൈവായി നാം കേൾക്കുന്നത് പോലെ വിദേശത്തുള്ള നമ്മുടെ മക്കളും ബന്ധുക്കളുമൊക്കെ ഇതേ സമയം ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സാഗ SKSSFന്റെ സഹകരണത്തോടുകൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അതിന്റെ അഡ്മിനിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളവറുകളെ അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ അധ്യക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബീരാനാസിയെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആധുനിക യുഗത്തിൽ മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും മൂല്യബോധവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മതവിദ്യാഭ്യാസം ജീവിതമോക്ഷത്തിനും സാമൂഹിക നന്മക്കും എന്ന പ്രമേയം വാനിലുയർത്തി തെന്നല കുന്നാൾപ്പറ ദാറുൽസലാം സെക്കൻഡറി മദ്രസയുടെ 50ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ആദർശ മഹാസമ്മേളനം ബഹു സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണന്തളി ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുകയാണ്.
അധ്യക്ഷന് വേണ്ടി സാദരം സ്വാഗതം ചെയ്യുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. വളരെ സർവാധാരണീയരായ ഈ ആദർശ സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബീരാൻ ഹാജി, അഭിനന്ദനായ നമ്മുടെ മദ്രസയിലെ സദർ ഉസ്താദ് ബഹുമാനപ്പെട്ട മുഹസിൻ മുസ്ലിയാർ, അഷ്റഫ് തന്നല, ബാവ കൂനാരി, നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമുള്ള വളരെ പ്രഗത്ഭരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമത്തിനെ പരിപൂർണമായും കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനീ ആദർശങ്ങളെ ജീവിതത്തിൽ പരിപൂർണമായും സ്വീകരിച്ച് മരണം വരെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ജീവിച്ച് ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നാടിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് സഹകരിച്ച് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും പരലോകം അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ദാറുസ്സലാം മദ്രസയുടെ 50 വർഷക്കാലത്തെ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആത്മീയ വെളിച്ചമായി, അതിന്റെ കേന്ദ്രമായി ദാറുസ്സലാം സെക്കൻഡറി മദ്രസ അതിന്റെ അഭിമാനകരമായ 50ാം വാർഷിക സമ്മേളനത്തിന്റെ വിവിധ പരിപാടികൾ ആഘോഷിക്കപ്പെടുകയാണ്. മതവിദ്യാഭ്യാസം ജീവിതമോക്ഷത്തിനും സാമൂഹിക നന്മക്കുമെന്ന വളരെ സമകാലികമായ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നമ്മുടെ മദ്രസയുടെ 50ാം വാർഷിക സമ്മേളനം ആഘോഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനമായ ആദർശം അത് വ്യക്തമായി വിശദീകരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ സമയത്ത് ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വന്ന ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ വളരെ മൂല്യമായ അതിപ്രധാനമായ
ഏറ്റവും വലിയ അനുഗ്രഹമായി നാം പറയപ്പെടുകയും നാം എപ്പോഴും സന്തോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഒരു ആദർശ പ്രസ്ഥാനം. മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ദീർഘദൃഷ്ടിയോടുകൂടെ ഈ സമൂഹത്തിൽ അന്ന് ജീവിച്ചിരുന്ന പണ്ഡിത മഹത്തുക്കളെ വിളിച്ചുവരുത്തി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആദർശപരമായ നിലനിൽപ്പിന് വേണ്ടി ഒരു ആണിക്കല്ല് മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ 8.5 പതിറ്റാണ്ട് മുമ്പ് കേരളീയ മുസ്ലിം സമൂഹത്തിന് സമ്മാനിച്ചതിന്റെ വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരളീയ മുസ്ലിം സമൂഹത്തിലെ 90% വരുന്ന മുസ്ലിം സമൂഹത്തിനെ ഈ ഒരു മഹത്തായ ആദർശത്തിന്റെ പിന്നിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധ്യമായത് എന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കും. മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഒരു ആദർശ പ്രസ്ഥാനത്തിനെ ഇവിടെ ഉണ്ടാക്കിയത് കേവലം ഒരു സംഘടനയുടെ ആവശ്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് ആവശ്യമുള്ള ഘട്ടത്തിലല്ല, ഒരു സംഘടനയുടെ ആവശ്യത്തിനേക്കാൾ ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാമും അവിടുന്ന് ദീനി പഠിച്ച താബിഈങ്ങളും നമുക്ക് കാട്ടിത്തന്ന പരിശുദ്ധമായ ഒരു ആദർശം, ആ ആദർശത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് വിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ട് ഈ സമൂഹത്തിന് സത്യമായ ആദർശത്തിന്റെ സൽസരണിയിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്തിയപ്പോൾ മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ് എന്റെ കുടുംബമെന്ന മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കപ്പലിലേക്ക് നമ്മളെ കയറ്റുവാനുള്ള ധൃതിയായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുസ്ലിങ്ങൾ ആ കപ്പലിലൂടെ രക്ഷപ്പെടുന്ന ചിത്രമാണ് 921 ശേഷം ഈ 2014 വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശപരമായ മുന്നോട്ടുള്ള ഗമനത്തിന്റെ ചിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു അധ്യായമായി കടന്നു വന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയവരാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനകളെ എണ്ണുന്ന കൂട്ടത്തിൽ എണ്ണേണ്ട ഒരു സംഘടനയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ അധികാരമോഹത്തിന്റെ കസേരകൾ കണ്ട് തങ്ങൾക്ക് അധികാരങ്ങൾ കൈയാളുന്നതിന് വേണ്ടി ഒരു പണ്ഡിത സമൂഹത്തിന് ഇവിടെ അഹങ്കാരത്തിന് വേണ്ടി അഹന്തയ്ക്ക് വേണ്ടി കോർത്തിണക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേവലം ഒരു സംഘടനയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമ്മൾ വിലയിരുത്തപ്പെടാൻ പാടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുകയും കേട്ടതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാമും നമ്മളോട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥമായ പാന്താവ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് നമ്മൾ 17 തവണ ഒരു ദിവസം നിർബന്ധമായും ഒരു സത്യവിശ്വാസി അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമുണ്ട്. ആ പരിശുദ്ധമായ പവിത്രമായ ആദർശത്തിന്റെ പിന്നിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഈ മഹത്തായ പ്രസ്ഥാനം നമുക്കിടെ നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏത് സംഘടനകൾ നിങ്ങളെടുത്ത് പരിശോധിക്കൂ. ഇസ്ലാമിക സമൂഹത്തിൽ നിരവധി സംഘടനകൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പരിചയമുള്ളതുണ്ടല്ലോ. ഇവിടെ നമ്മൾ പറയപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി സംഘടനകൾ, ഓരോ വ്യക്തികളും സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഒരു പ്രസ്ഥാനം
പ്രസ്ഥാനമുണ്ടാക്കി. ആ പ്രസ്ഥാനം ഭിന്നിച്ച് വ്യക്തികൾ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി സംഘടനകൾ കുന്നുകൂടുന്ന മലയാളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കേവലം അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ എണ്ണാൻ പാടില്ല എന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം ഒരു വാക്കുകളായി പ്രസംഗത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി പറയുകയില്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മഹത്തുക്കളായ ചരിത്രത്തിന്റെ ചിത്രങ്ങളിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് വരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ അന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സമർപ്പണം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവർ നമ്മുടെ അവസ്ഥ? നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ആദർശമെന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും താബിഈങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ആദർശമാണ് നമ്മുടെ മഹത്തായ ആദർശം. ഈ ആദർശത്തെ സംരക്ഷിക്കപ്പെടുന്നതിൽ സമസ്തയോടും വിജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സമസ്തയോടും ആ വിഷയത്തിൽ കണിശമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സംഘടനയെയും നമുക്കിന്ന് കേരളത്തിലെന്നല്ല ലോകത്ത് കാണാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആദരിച്ചു പോന്ന, നമ്മൾ അനുഷ്ഠിച്ചു പോന്ന പരിശുദ്ധമായ ആദർശങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും തള്ളിപ്പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പല ആളുകളും അവരുടെ ആദർശത്തിന് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസത്തിലും 100 തവണ തെറ്റ് ചെയ്യാറുണ്ടെന്നും അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാറുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തെറ്റ് ചെയ്യുന്ന ആളാണെന്നും അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കപ്പെടലും അവിടുത്തെ പരിശുദ്ധമായ ജന്മദിനം ആഘോഷിക്കപ്പെടലും ഇവിടെയുള്ള ശ്രീരാമകൃഷ്ണനെ പോലെ മറ്റു മതദൈവങ്ങളുടെ ആരാധന കർമ്മങ്ങൾ അവരെ നടത്തുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ് ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അഭേദ്യമായ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധത്തെ പോലും ചൂഷണം ചെയ്യപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഗതികേടിൽ നിന്ന് അത്തരം ആദർശങ്ങളിലേക്ക് വഴിമാറാതെ യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ആദർശത്തിന്റെ പിന്നിൽ നമ്മളെ നിലനിർത്തുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം 1921 മുതൽ ഈ 2014 വരെ അനിവാര്യമായിരുന്നു എന്ന് പലതവണ നമ്മുടെ മനസ്സിലാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമ്മയുടെ മയ്യത്ത് നമ്മുടെ വീട്ടിന്റെ വരാന്തയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തിന് മുമ്പിൽ വെച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ എന്ന് പറഞ്ഞ്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട എന്നെ 10 മാസം ഗർഭം ധരിച്ച് എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എന്റെ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന പ്രാർത്ഥനകളെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് പള്ളിയിലേക്ക് എത്തുന്നതുവരെ അല്ലാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വാചകം ഉച്ചരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമ്മാനെ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുന്നതിനെയും ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നതും പാടില്ല എന്ന് പറഞ്ഞവര് നമ്മൾ മഹാനായ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യ സഞ്ചയത്തെ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തിലേക്ക് കൊണ്ടുവന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അഗ്രഗണ്യനായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ നാം ബഹുമാനിക്കപ്പെടുന്നത് അനാദരവാണെന്ന് പറഞ്ഞ് തള്ളപ്പെടുന്ന ഒരു ആദർശത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ട മയ്യത്തിന്റെ ഖബറിന്റെ അരികിൽ വെച്ച് അല്ലാഹുവേ, ഈ മയ്യത്തിലേക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും മരണപ്പെട്ട മയ്യത്തിന്റെ അരികിൽ വെച്ച് പരിശുദ്ധമായ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ ഹദീസിനെ പ്രയോഗവൽക്കരിക്കുമാർ മയ്യത്തിന്റെ അരികിൽ വെച്ച് നമ്മൾ ഖുർആൻ ഓതപ്പെടുന്ന ആദർശത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പരിശുദ്ധമായ പള്ളി നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമാണ് ജുമുഅ നമസ്കാരം. ആ ജുമുഅ നമസ്കാരത്തിലെ ഖുത്ബയുടെ ഭാഷ
മലയാളത്തിലേക്ക് ഭാഷാന്തരപ്പെടുത്തി ഒരു പരിശുദ്ധമായ ആരാധന കർമ്മത്തിന്റെ പരിപൂർണമായ നിയമങ്ങള് പാലിക്കപ്പെടാത്ത രൂപത്തിൽ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെടണമെന്ന് പറയുന്ന ഒരാദർശത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും വലിയമ്മമാർക്കും കേൾവിയില്ലാത്ത പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോവാൻ പാടില്ല, അവരെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് പള്ളിക്ക് ആണപ്പോകലും വേദികളിലും പെണ്ണുങ്ങളെ കൊണ്ടുവരുന്ന ഒരു വൃത്തികെട്ട ആദർശത്തിൽ നിന്ന് ഈ സമുദായത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി 921 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെന്ന ഒരു മഹീതമായ ആദർശ പ്രസ്ഥാനം അന്ന് മഹാനായ മുല്ലക്കോയത്തങ്ങള് തുടങ്ങി വെച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തന്നല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങള് നിസ്കരിക്കാൻ വീടിലുള്ളതിനേക്കാളും കൂടുതൽ പള്ളിയിൽ വരും. നമ്മുടെ പ്രിയപ്പെട്ട തന്നല പഞ്ചായത്തിലെ പള്ളികളിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിപക്ഷം 99% പള്ളികളിലും ജുമഅയുടെ സമയത്ത് നടക്കുന്ന ഖുത്ബയിൽ അതിന്റെ അറബി ഭാഷയിൽ നടക്കുന്ന ഖുത്ബയ്ക്ക് പകരമായി മലയാളത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തി പ്രവാചകന്റെ പരിശുദ്ധമായ ചര്യകളെയും സലഫ് സ്വാലിഹീങ്ങളുടെ ചര്യകളെയും തരം താഴ്ത്തപ്പെടുന്ന വൃത്തികെട്ട ഒരു ആദർശത്തിലേക്ക് ഈ സമുദായം പോകാതെ രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം മാത്രമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സമസ്ത എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിനെ സംഘടനകളെ എണ്ണുന്ന കൂട്ടത്തിൽ എണ്ണേണ്ട സംഘടനയല്ല. നമ്മുടെ വിശ്വാസപരമായ കർമ്മത്തിൽ നിന്ന്, നമ്മുടെ വിശ്വാസപരമായ ആദർശത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിപ്പിക്കാൻ പല ശക്തികളും കടന്നു വന്നപ്പോൾ അത്തരക്കാരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തി ഈ സമുദായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളായ പൂർവികരും കാട്ടിത്തന്ന ഒരു പരിശുദ്ധമായ ആദർശത്തിൽ നമ്മളെ പിടിച്ചു നിർത്താൻ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ആദർശപരമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. നമ്മളെ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി ത്വരീഖത്തുകൾ കടന്നു വന്നപ്പോൾ അത്തരം വ്യാജമായ ത്വരീഖത്തുകളിലേക്ക് ഈ സമുദായം കടന്നു ചെല്ലാൻ പാടില്ല. അത് വ്യാജമാണ്. അത് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഈമാനിന് കളങ്കമുണ്ടാക്കും, നിങ്ങളുടെ ഈമാൻ തകരാറിലാക്കുമെന്ന് ഈ സമുദായത്തിനോട് പറഞ്ഞ് നമ്മുടെ സമുദായത്തിൽ കടന്നു വന്നിട്ടുള്ള വ്യാജമായ ത്വരീഖത്തുകൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി ഈ സമുദായത്തിന് അത്തരം വ്യാജമായ പ്രവർത്തനത്തിൽ നിന്ന് പിടിച്ചു നിർത്തുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്ന് നമ്മൾ പലതവണ മനസ്സിലാക്കി വരാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തിനെതിരെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പം, ശരീഅത്ത് സംബന്ധമായ വിഷയങ്ങൾ വന്നപ്പം, ഏക സിവിൽ കോഡുമായ വിഷയങ്ങൾ വന്നപ്പം, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ ആ വിഷയത്തിൽ നിന്നൊക്കെ ഈ സമുദായത്തിലെ പരിപൂർണമായ അഭിവന്യരായ നേതാക്കന്മാരുടെ സാന്ദർഭികമായ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഈയിടെ 4-5 മാസം മുമ്പ് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണല്ലോ 18 വയസ്സിലെ വിവാഹം. 18ാമത്തെ വയസ്സിൽ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു കർശനമായ നിലപാട് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ രംഗത്തിറങ്ങിയിട്ട് കർശനമായിട്ടും 18ാമത്തെ വയസ്സിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന കർശനമായ നിലപാടിൽ നിന്ന് അത്തരക്കാരെ പിന്മാറുകയും വല്ല പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങനെ അനിവാര്യമായ ഘട്ടങ്ങളിൽ 18ന്റെ മുമ്പ് 17-ലോ 16-ലോ വിവാഹം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം അത്യാവശ്യമായി വന്നാൽ ഈ നിയമം തടസ്സമാകുമല്ലോ എന്ന് പഠിച്ചുകൊണ്ട് അതിൽ പ്രയാസപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ നേതാക്കന്മാർ പ്രിയപ്പെട്ടവരെ രംഗത്തിറങ്ങി ആ വിഷയത്തിൽ നമ്മളെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടപെടൽ ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമായിട്ടുണ്ട്. ആ വിഷയത്തിൽ എല്ലാവരും എടുത്തു പറയുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ മറ്റൊരു വിഷയമാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, മതങ്ങൾക്ക് അവർക്കില്ലാത്ത ഒരു സൗകര്യക്കുറവാണ്. അവരുടെ മതങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ആവശ്യമായിട്ടുള്ള കലാലയങ്ങളില്ല എന്നത് ഇന്ന്
കേരളത്തിൽ എന്നാൽ ആക്ഷേപിക്കുകയില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മകഥയിൽ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥ ഉണ്ടായത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നെഹ്റു പറയുന്ന ഒരു വിഷയമുണ്ട്. എനിക്ക് എന്റെ മതത്തെപ്പറ്റി, ഞാൻ ഉൾക്കൊള്ളുന്ന മതത്തെപ്പറ്റി പഠിക്കാനുള്ള ഒരു അവസ്ഥ എന്റെ ചെറുപ്രായത്തിൽ എനിക്കുണ്ടായില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നമ്മുടെ മഹാഭാഗ്യവന്മാരാണ്. 4 വയസ്സുള്ള, 3 വയസ്സ് പ്രായമുള്ള, 7 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങള് അതിരാവിലെ തന്നെ 6 മണിയുടെയും 7 മണിയുടെയും ഇടയിലായി അവരുടെ കൈപിടിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിക്കാൻ മദ്രസകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും 1 ലക്ഷത്തോളം വരുന്ന അധ്യാപകരും അറിയപ്പെടുന്ന മദ്രസകളുമായി ഒരു വ്യക്തമായ ഒരു സംവിധാനം ലോകത്ത് ഒരു മത ഏജൻസികൾക്കും നടത്താൻ പറ്റാത്ത രൂപത്തിൽ, ഗവൺമെന്റ് തലത്തിൽ പോലും നടത്താൻ പറ്റാത്ത രൂപത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ പദ്ധതി. പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ മാതൃകയായത് കൊണ്ടിട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊരു ചെറിയ വിഷയമായി കാണാൻ പാടില്ല. നമ്മുടെ ദാറുസ്സലാം 50ാം വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദാറുസ്സലാം മദ്രസ നമ്മുടെ നാട്ടിൽ നിലനിൽക്കപ്പെടുമ്പോൾ ഈ മദ്രസകളിൽ 50 വർഷക്കാലം കേവലം ഒരു സ്ഥാപനമായി നിലനിൽക്കുകയില്ല. ഇതിൽ നിന്ന് എല്ലാ വർഷത്തിലും കുറെ കുട്ടികൾ ചേരുകയും പഠനം പൂർത്തിയാക്കി നിരവധി കുട്ടികൾ നമ്മുടെ മദ്രസയിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. 50 വർഷക്കാലം ഈ നാട്ടിൽ വളർന്നു വന്ന ഒരു തലമുറക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കപ്പെടാൻ നമ്മുടെ ദാറുസ്സലാം മദ്രസയ്ക്ക് സാധിച്ചതിന്റെ പിന്നിലും സമസ്ത കേരള എന്ന ഒരു മഹത്തായ പദ്ധതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 6 വയസ്സുള്ള, 7 വയസ്സുള്ള, 5 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവർ ഖുർആൻ പിടിച്ചുകൊണ്ട് അഖ്ലാഖും തജ്വീദും ദീനിയാത്തും താരീഖും പിടിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിക്കാൻ മദ്രസയിലേക്ക് പോകുന്ന നല്ല ഒരു അന്തരീക്ഷം. രാവിലെ തന്നെ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഓതി 9 മണിയുടെയും 10 മണിയുടെയും ഇടയിലായി ലോകത്തിന്റെ നേതാവ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഔലാ ശരീഫിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന സ്വലാത്ത് കേരളത്തിൽ നിന്ന് രാവിലത്തെ 9 മണിയുടെയും 10 മണിയുടെയും ഇടയിലായി 12 ലക്ഷത്തോളം വരുന്ന നിഷ്കളങ്കരായ അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങൾ ചൊല്ലുന്ന ഒരു അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏത് സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്കാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് കേവലം ഒരു വാക്ക് പറയുകയില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി വിഷയങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു മഹാഭാഗ്യമായി സമസ്ത കേരള ജംഇയ്യത്തിനെ നമ്മൾ കാണണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 60ാം വാർഷികം ആഘോഷിക്കുന്ന മദ്രസ, 40ാം വാർഷികം ആഘോഷിക്കുന്ന മദ്രസ, 25 വർഷം ആഘോഷിക്കുന്ന മദ്രസ, ഇത്തരത്തിലുള്ള മദ്രസകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ അത്രയും വർഷക്കാലം ആ നാട്ടിൽ വളർന്ന വിദ്യാർത്ഥിനികൾക്ക് ഇന്നിവിടുത്തെ ഉപ്പമാരും വലിയപ്പമാരും പേരക്കുട്ടികളുമായ ഒരു തലമുറയ്ക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ആദ്യാക്ഷരം പഠിക്കാൻ നമ്മുടെ മദ്രസകൾ ഉണ്ടായതുകൊണ്ട് കാരണമായി ഈ ഒരു മദ്രസ സംവിധാനം കേരളത്തിനപ്പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേണ്ടതുപോലെ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കേരളത്തിന്റെ അപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കപ്പെടുമ്പോൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അൽഹംദുലില്ലാഹ് വളരെ മുന്നേറ്റം
മുന്നേറാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ആ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശപരമായി നമ്മുടെ നിർത്തുകയും നമ്മുടെ ഒരു പരിശുദ്ധമായ ആദർശത്തിന്റെ പിന്നിൽ നമ്മളെ നിലനിർത്തുകയും ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ സാന്നിധ്യം ഇവിടെ അനിവാര്യമായിട്ടുള്ള ഘട്ടങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലൂടെ പോയിട്ടുള്ളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് പല ആളുകളും പല കാര്യങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആസാറുകളെ ആദരിക്കപ്പെടുന്ന വിഷയത്തിൽ ഈ സമുദായത്തിന് ചൂഷണം ചെയ്യാൻ വേണ്ടി ചില സംഘടനകൾ കടന്നു വന്നപ്പോൾ അത്തരം സംഘടനകളെ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ബോധവൽക്കരിക്കാൻ മുന്നോട്ട് വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽമയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽമ അതിന്റെ തുടക്കത്തിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. ആദരവിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ആ വിഷയത്തിൽ ആദരവ് കാണിക്കുമായിരുന്നു. ആദരവിനോട് നമ്മൾ എതിരില്ല. സമസ്ത ഉണ്ടായും തന്നെ ആദരവ് നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷേ ആദരവ് അനാദരവിലൂടെ ആവരുത് എന്ന് മനസ്സിലാക്കിയിട്ട് സമസ്തയുടെ അഭിവന്യരായ നേതാക്കന്മാര് പറഞ്ഞു അത്തരം വിഷയങ്ങൾ അതിന്റെ യഥാവിധി അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നതുവരെ നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പിന്മാറണമെന്ന് സമൂഹത്തിനോട് പറഞ്ഞപ്പോൾ സമുദായം അതേറ്റെടുത്തു. അതിന്റെ ജൈത്രയാത്രയിൽ നമ്മൾ നടത്തിയിട്ടുള്ള സമരങ്ങളും നമ്മൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും നമ്മൾ അതിനു വേണ്ടി പറഞ്ഞിട്ടുള്ള അവകാശ പോരാട്ടങ്ങളും അൽഹംദുലില്ലാഹ് വിജയിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല പരിപൂർണമായി നമ്മൾ വിജയിപ്പിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം വിഷയങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ അഷ്റഫി ഉസ്താദ് ഇവിടെ എത്തിയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ രക്ഷിതാക്കന്മാരോട് എനിക്ക് വളരെ ഗൗരവത്തോടു കൂടെ പറയാനുള്ളത്, മദ്രസ 10ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മതപരമായ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകലോടുകൂടെ ഭൗതികമായ വിജ്ഞാനങ്ങളും പഠിപ്പിക്കപ്പെടുന്ന സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പള്ളി ദർസുകളും ധാരാളം അറബി കോളേജുകളും നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് വളർന്നു വരികയാണ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് മതവും ഭൗതികവും പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ നിങ്ങൾ മുന്നോട്ട് വരണം. ഒരു കാലത്ത് പണ്ഡിതന്മാര്, ഉസ്താദന്മാര്, മുസ്ലിയാക്കന്മാര് ഈ സമുദായത്തിലെ 3ാം കിടക്കാരായി മാറ്റിയിരുന്ന ഒരു പറ്റം ആളുകളുണ്ട്. മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അന്യന്റെ വീട്ടിൽ പോയി 3 നേരം ഭക്ഷണം കഴിച്ച് പള്ളിയിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു കൗമാണ് എന്ന് പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തിയവരുണ്ട്. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടും അതിന്റെ ഇടപെടൽ കൊണ്ടും അത്തരം വിഷയങ്ങൾ പറഞ്ഞ് നമ്മളെ മോശക്കാരാക്കിയിട്ടുള്ള ആളുകൾക്ക് ഭൗതികമായ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായ ഒരു പണ്ഡിത സമൂഹത്തിന്, കേരളീയ മുസ്ലിം സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തുൽമക്ക് സാധ്യമായിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിലും അലിഗഡ് ഓഫ് ക്യാമ്പസിൽ നമ്മൾ ചെന്നാൽ പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത പൈസിമാർ, നമ്മുടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹുദവി ബിരുദമെടുത്ത അഭിവന്യരായ പണ്ഡിതന്മാർ മുസ്ലിമും ബുഖാരിയും പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും പഠിക്കലോടുകൂടെ ഭൗതികമായ വിജ്ഞാനങ്ങൾ പഠിച്ച് അതും 5ാം ക്ലാസ് മദ്രസയിൽ നിന്നും 5ാം ക്ലാസ് സ്കൂളിൽ നിന്നും പഠനം നിർത്തിവെച്ചുകൊണ്ട് സഹോദരന്മാരെ ദാറുൽ ഹുദയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നതമായ ഇന്ത്യയിലും ലോകത്തും അറിയപ്പെട്ട വിവിധങ്ങളായ ഭൗതിക കലാലയത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഒരു കാലത്ത് സമസ്തയെ പറ്റി പല ആളുകളും പറഞ്ഞു സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണ്, സമസ്ത പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ പിന്നിലാണ്. നമ്മുടെ പണ്ഡിതന്മാർ, സൂക്ഷ്മതയുള്ള ചില പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലെ ചില പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് പെണ്ണുങ്ങളെ അത്രമാത്രം പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ തന്നെ ഇന്ന് അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങൾക്ക് താമസിച്ച് പഠിക്കാനുള്ള നല്ല നല്ല കലാലയങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ നേതൃത്വത്തിൽ ഇന്ന് സമൂഹത്തിന് സമർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുഖാരിയും മുസ്ലിമിന്റെ ഹദീസുകളും പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും വ്യക്തമായി അതിനെ പരിഭാഷപ്പെടുത്തി അത് കിതാബ് എടുക്കാൻ കഴിയുന്ന, അതിനെ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്ന
ഇതിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നല്ല നല്ല പാണ്ഡിത്യമുള്ള നല്ല നല്ല സഹോദരിമാര് ഈ സമൂഹത്തിന് സമർപ്പണം ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തിനുമൊക്കെ സാധ്യമായിട്ടുണ്ട് എന്നത് അഭിമാനത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാൻ കഴിയും. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ മലപ്പുറം ജില്ലയുടെ അഭിമാനമായി കടന്നു വന്ന മലയാളം സർവകലാശാല, നമ്മുടെ തുഞ്ചത്ത് കോളേജ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അലിഗഡ് ഓഫ് ക്യാമ്പസ്, മലപ്പുറം കോളേജ്, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ജവഹർലാൽ നെഹ്റു കോളേജ്, അതുപോലെ തന്നെ അവിടെയുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിമന്യനായ ജനറൽ സെക്രട്ടറി ശൈഖുനാൻ സൈനുൽ ഉലമ സൈനുദ്ദീൻ മുസ്ലിയാർ ഒപ്പിട്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഇന്ന് അലിഗഡ് ഓഫ് ക്യാമ്പസിലും തുഞ്ചൻ കോളേജിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മലയാളം സർവകലാശാലയും തിരുവനന്തപുരത്ത് ലോ കോളേജിലും തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ ക്യാമ്പസുകളിൽ ഈ സമുദായത്തിലെ മുസ്ലിയാക്കന്മാർ ഒന്നും തിരിയാത്തവരാണെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ താക്കീതുമായി പ്രിയപ്പെട്ടവരെ എല്ലാ വിദ്യാഭ്യാസ രംഗത്തും യോഗ്യരായിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഈ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. നല്ല IAS-കാരൻ ഈ സമൂഹത്തിന് സമർപ്പിച്ചും 320ഓളം വരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളും പ്രത്യേകമായി സെലക്ട് ചെയ്യപ്പെട്ട് SLC കഴിഞ്ഞ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കപ്പെട്ട് അവർക്ക് വേണ്ട കോച്ചിങ്ങുകൾ കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമൂഹത്തിൽ നല്ല മഫ്ത ധരിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന നല്ല സഹോദരിമാര് നമ്മുടെ ജില്ലയുടെ ജില്ലാ കലക്ടർമാരായി വരണം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ ചെന്നാൽ അവിടെ കാണുന്ന IAS-കാരുടെ മുഴുവൻ ബോർഡുകളിലും മറ്റു മതക്കാരാണ്. നമ്മൾ ആക്ഷേപിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരും അവിടെ തൂങ്ങുന്ന ബോർഡുകളിൽ പേരുകൊണ്ട് മാത്രമല്ല പ്രവർത്തനം കൊണ്ടും സംസ്കാരം കൊണ്ടും ആദർശം കൊണ്ടും ഇസ്ലാമിയത്തുള്ള പരിപൂർണമായി ഇസ്ലാമിനെ അംഗീകരിക്കപ്പെടുന്ന നല്ല ഒരു തലമുറ ഈ സമൂഹത്തിൽ നിന്ന് IAS പഠിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് SKSSF-ന്റെ ട്രെൻഡ്, അതിന്റെ വിദ്യാഭ്യാസത്തിനായ ട്രെൻഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രിയപ്പെട്ടവരെ വളരെ ശാഖനീയമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാഹു തആല അതൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. എവിടെയും നമ്മൾ പരിഗണന നൽകുന്നത് നമ്മുടെ ആദർശം, നമ്മുടെ പൂർവികർ കാട്ടിത്തന്ന ഒരു മഹിതമായ പാരമ്പര്യം, അതിനെ ഇട്ടെറിഞ്ഞുകൊണ്ട് അതിനെ ചവിട്ടിപ്പിച്ചുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കിയിട്ട് ഈ സമുദായത്തിന് ഈ സമൂഹത്തിന്റെ പാരമ്പര്യത്തിന് തകിടം മറിക്കാൻ വിദഗ്ധകാരെയോ ഏതെങ്കിലും മുടിയന്മാരെയോ അനുവദിക്കപ്പെടുകയില്ല എന്ന് ശക്തമായ നിലപാടുമായി സമസ്ത കേരള ജംഇയ്യത്തുലമ അതിന്റെ ആദർശ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതൊക്കെ വിജയിപ്പിച്ച് ഈ കാലമത്രയും സമസ്തയുടെ പ്രവർത്തനത്തിനു വേണ്ടി നിങ്ങളൊക്കെ നൽകിയിട്ടുള്ള പിന്തുണയും പിൻബലവും ശക്തമായി സമസ്തക്ക് നൽകി നമുക്ക് വഴി കാണിച്ച പണ്ഡിതന്മാർ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് മരിച്ചത്. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങിൽ ഉസ്താദ്, മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ, മഹാനായ കാളമ്പാടി ഉസ്താദ്, നാട്ടിക മുസ്ലിം മുസ്ലിയാർ, നിഷ്കളങ്കനായ ഇസ്ലാമിക സേവനം ജീവിതത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത CH ചൈദ്രസ് മുസ്ലിയാരെ പോലെയുള്ള ബഷീർ മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിതന്മാരെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി ആഖിറത്തിൽ അല്ലാഹു വിജയിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരെല്ലാവരും മരണപ്പെടുന്ന സമയത്ത് എല്ലാവരും എല്ലാ വിഷയങ്ങളും മുന്നിൽ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഞാൻ ഇതുവരെ നിങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ആദർശം അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യോഗ്യമായിട്ടുള്ള ആദർശമാണെന്ന് വ്യക്തമായി നമ്മളെ തെളിയിക്കുന്ന വിധത്തിൽ ഭാരതന്മാരായ പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ആദർശം, സമസ്ത എന്ന് പറയുന്ന മഹിതമായ ആദർശം, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, അവരല്ലാഹുവിന്റെ ദീനിനെ
യഥാവിധി കൈകാര്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ തുടങ്ങി ഈടെയെടുത്ത് മരണപ്പെട്ട ശൈഖുന പാറന്നൂർ ഉസ്താദ് വരെ, പാറന്നൂർ ഉസ്താദിന്റെ മരണത്തിന്റെ അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് ഉഷാറായിട്ട് കുളിക്കണം. ഭാര്യയും ഭർത്താവും കൂടി മഹാനായ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദാകുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ കുളിപ്പിക്കുന്ന സമയത്ത് ഉസ്താദ് പറയുന്നു, പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, അതാ സഹോദരിയോട് പറയും, തന്റെ ഭാര്യയോട് പറയുന്നു, നന്നായി കുളിപ്പിച്ചോ. എന്നെ ഇനി കുളിപ്പിക്കുന്നവർക്ക് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ എന്നെ കുളിപ്പിക്കണമെന്ന് മഹാനായ ശൈഖുന പാറന്നൂർ ഉസ്താദ് പറയുമ്പോൾ ഭാര്യ അന്തം വിട്ട് എന്താളിച്ചു പോയി. എന്താണിത് പറയുന്നത്? അവിടുന്ന് പ്രിയപ്പെട്ടവരെ പിന്നെയാണ് രണ്ടാമത്തെ കുളി മഹാനായ ശൈഖുന പാറന്നൂർ ഉസ്താദിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടത്, എന്നോട് എന്റെ ഭർത്താവിനെ കുളിപ്പിക്കുമ്പം നല്ലതുപോലെ കുളിപ്പിച്ചോ, ഇനി കുളിപ്പിക്കാൻ വരുന്നവർക്ക് ഒരു പ്രയാസമുണ്ടാകരുത് എന്ന് എന്റെ ഭർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മനസ്സിലായത്. മഹാനായ പാറന്നൂർ ഉസ്താദ് മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഭാഗത്തുള്ള സ്ഥലം ഇന്ന ആൾക്കാണ്, അപ്പുറത്തുള്ള സ്ഥലം ഇന്ന ആൾക്കാണ്. ഇങ്ങനെ തന്റെ മുതല് തന്റെ അനന്തരം എടുക്കേണ്ട മക്കൾക്ക് വേണ്ടി നേരത്തെ തന്നെ ഭാഗിച്ചു കൊടുക്കുമ്പം മക്കൾ ചോദിക്കുന്നു, പാപ്പ നിങ്ങൾ എന്താ പറയുന്നത്? പാപ്പ പറഞ്ഞു, അതൊക്കെ ആവശ്യമായി വരും. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പം പാണ്ഡിത്യത്തിന്റെ വിശാല വിഹായസിലൂടെ വിരാജിച്ച മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ അഭിവന്ദനായ ട്രഷറർ, സൂക്ഷ്മതയുടെ പര്യായമായി ആത്മാർത്ഥമായി ദീനീ സേവനം ഏറ്റെടുത്ത മഹാനായ പാറന്നൂർ ഉസ്താദ് പ്രിയപ്പെട്ടവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 4 തവണ തന്റെ മക്കളും കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും കേൾക്കുമാര് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ആദർശത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനും അതിന്റെ ഖാദിമീങ്ങളാകാനും അതിന്റെ കൊടി പിടിക്കാനും ആ പണ്ഡിതന്മാർ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ മഹത്തായ സംഗമത്തിനെ പരിപൂർണമായും സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അനുഗ്രഹീതമായ വാക്യത്തിൽ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടകർമ്മം നിർവഹിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.